ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. നമുക്ക് പല സാഹചര്യത്തിലും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നതും അതേപോലെ തന്നെ പല ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ പല എക്സാമിനേഷനിലോ ഒക്കെ നമ്മളോട് പ്രോബ്ലം സോൾവിൻ്റെ സമയത്തൊക്കെ നമ്മളോട് ചോദിക്കാവുന്ന ഒരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതും പലർക്കും പെട്ടെന്ന് അറിയാത്തതുമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടൊരു പ്രോഗ്രാമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് HTML എന്ന് എഴുതി, അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് തുടങ്ങി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാണ്. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു JS എന്ന് എഴുതി. ഓക്കെ, ഇത് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പം നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ടാണ് റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്കിത് റൺ ചെയ്യിക്കുമ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയാം. ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ വെൽക്കം ടു JS എന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ബാക്കിയുള്ളതൊന്നും നമുക്ക് കാണില്ല. ജസ്റ്റ് ഇവിടെ വന്ന് വെൽക്കം ടു JS എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. എന്നാൽ നമ്മൾ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഈ JS എന്നുള്ള ഭാഗം നമുക്കൊരു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഡബിൾ കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം ഇത് റൺ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ആൻസർ ഒന്നും വരില്ല. നിങ്ങൾക്കറിയാം, ഈ ഒരു സ്ട്രിങ് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഡബിൾ കൊട്ടേഷൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് എറർ ആയിരിക്കും വരിക. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. നമുക്കിത് എന്ത് ചെയ്യുക, എസ്കേപ്പ് ക്യാരക്ടറായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുമ്പിലും ലാസ്റ്റിലും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഡബിൾ കൊട്ടേഷൻ ചേർത്ത് കൊടുത്ത് ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതും പലരും ഇത് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ ഇതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡബിൾ കൊട്ടേഷൻ ഇവിടെ ആക്സസ് ചെയ്യാം. അപ്പോൾ ഈ ഡബിൾ കൊട്ടേഷൻ ഇങ്ങനെ സ്ലാഷ് ഇടാതെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ മുമ്പ് ഡബിൾ കൊട്ടേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി, സിംഗിൾ കൊട്ടേഷൻ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് സിംഗിൾ കൊട്ടേഷൻ ആക്കുമ്പോൾ നമുക്കിതെന്ത് ചെയ്യാം, റൺ ചെയ്യിക്കുമ്പോൾ ആ ജസ്റ്റ് വെൽക്കം ടു JS എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് വരുന്നത്, നമുക്കിത് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് വരുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് എറർ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ലാഷ് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സിംഗിൾ കൊട്ടേഷന് റൺ ചെയ്യിപ്പിക്കാം. ഇതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഇവിടെ വന്ന് ഒരു സ്ലാഷ് ചേർത്ത് കൊടുത്താൽ ഇത് കുഴപ്പമില്ലാതെ തന്നെ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്കത് റൺ ചെയ്ത് വരും. എന്നാൽ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇടയിൽ സിംഗിൾ കൊട്ടേഷനാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ടിങ്ങിൽ ഡബിൾ കൊട്ടേഷനും എൻഡിങ്ങും അതേപോലെ തന്നെ ഡബിൾ കൊട്ടേഷനും നമുക്കിതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മെസ്സേജ് ഇതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതും നമുക്ക് പല സമയത്തും ആവശ്യമായിട്ട് വരുന്നതുമായിട്ട് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സ്ട്രിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. സ്ട്രിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡബിൾ കൊട്ടേഷൻ എങ്ങനെ ആഡ് ചെയ്യാം, അതെങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.